ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മളുടെ രാത്രിയാകുമ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ രാജേട്ടൻ വരുമ്പോഴേക്കും കുട്ടികൾ രണ്ടാളും ബൈക്കിൻ്റെ സൗണ്ട് കേട്ടാൽ ഓടി മുറ്റത്തേക്ക് ഇറങ്ങും കേട്ടോ. എന്നിട്ട് രാജേട്ടൻ വന്നപ്പോൾ എന്തൊക്കെയാണ് കവറിൽ നോക്കാനാണ് കേട്ടോ ഏറെ പോണത്. എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ബ്രെഡും ജാമുമാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നാളെ സ്നാക്സിന് ബ്രെഡും ജാമും മതിയെന്ന് ശിവ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് കൊടുക്കുന്നത്. പിന്നെ കടലമിഠായി ഉണ്ടായിരുന്നു. പിന്നെ രാജേട്ടൻ കുറച്ച് നേരം പിന്നെ കടയിൽ നിന്ന് വന്ന ക്ഷീണം മാറ്റാൻ അങ്ങനെ മേല് കഴുകുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. കുട്ടികളോട് ഓരോ വർത്താനം പറഞ്ഞിട്ട് അവർക്കും പറയാണ്ടാവും, സ്കൂൾ വർത്താനവും പിന്നെ അന്നത്തെ ദിവസത്തെ പരാതിയും പരിഭവങ്ങളും. ശിവയ്ക്കാവും അടിപിടി കൂടി എൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാണ്ടാവുക. അപ്പോൾ കടലമിഠായി കഴിക്കാൻ കേട്ടോ. പിന്നെ എന്ത് കൊടുന്നാലും എത്ര കൊടുന്നാലും ഒരു തല്ല് ഇവിടെ പതിവുള്ളതാട്ടോ. അത് പതിവ് മുടക്കണ്ട വിചാരിച്ചിട്ടാണ്. അത് രണ്ടാൾക്കും രണ്ടെണ്ണം കൊടുന്നാലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ തല്ല്. അപ്പോൾ പാറു വൈകുന്നേരത്ത് മക്രോണി പറഞ്ഞ സാധനമല്ലേ അതുണ്ടാക്കി തന്നു. അപ്പോൾ അതെങ്ങനെയുണ്ട് അച്ഛാ, ഞാനാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിച്ചത് തന്നെയാണ്. എന്നാലും അച്ഛൻ്റെ വക കുട്ടികൾക്ക് എപ്പോഴും ഒന്ന് വാരി കൊടുത്താലേ അച്ഛന് സമാധാനമാവുള്ളൂ. പിന്നെ രാജേട്ടൻ വരുമ്പോൾ മീൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അയിലയും പിന്നെ ആ നത്തൽ മീനൊക്കെയാണ്. അപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. മീൻ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ല. രണ്ടാമത് നമുക്ക് ചോറിനാണെങ്കിൽ ചോറും കൂട്ടാനും പോരല്ലോ, പിന്നെ രണ്ടാമത് മൂന്നാമതൊക്കെ വേണ്ടേ. മീൻ ഉണ്ടാകുകൊണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ട, ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ രാത്രി മീൻ കൊടുന്നാക്കി ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. രാജേട്ടൻ കുളിക്കുന്നതിൻ്റെ മുന്നേ മീനൊക്കെ നേരെക്കിയിട്ടാണ് കുളിക്കാൻ പോവുക. അപ്പോൾ പിന്നെ എന്താ വറക്കേണ്ട പണിയല്ലേ ഉള്ളൂ. അത് സ്റ്റവ് നേരേക്ക് കിട്ടിയോണ്ട് പിന്നെ അടുപ്പ് കത്തിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ചോറ് വിളമ്പ് കേട്ടോ. കുട്ടികൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. മീനൊക്കെ ആയപ്പോഴേക്ക് കുറച്ച് നേരം വൈകി. അല്ലെങ്കിൽ അവരോട് എത്ര പറഞ്ഞാലും അവർ അച്ഛൻ വന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഒപ്പം കഴിക്കാമെന്നും പറഞ്ഞിട്ട് കാത്തിരിക്കുക തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രാത്രി എന്താ സ്പെഷ്യൽ എന്നുള്ള കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്താ ശിവയ്ക്കുള്ള മീനാണ് കേട്ടോ. അവൾക്ക് പിന്നെ കൂട്ടാനൊന്നും വേണ്ട. മീൻ ഉണ്ടെങ്കിൽ മീനും ചോറ് മാത്രം മതി എറിയും. അപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തതിന് ശേഷം ഞാനൊരു ഓംലേറ്റ് ഉണ്ടാക്കി കേട്ടോ. കാരണം ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഇവർക്കൊക്കെ മീനുള്ള സമയത്ത് ഞാൻ മുട്ട ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഉമ്മർത്തിരുന്നിട്ട് രാത്രി കഴിക്കുക. അപ്പോൾ TV കണ്ടിട്ട് അങ്ങനെയാണ് എല്ലാവരും കഴിക്കുള്ളൂ. രാത്രിയല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഉമ്മർത്ത് പോയിട്ടിരിക്കും. അങ്ങനെ പേളിയുടെ യൂട്യൂബ് ചാനൽ കാണുക കേട്ടോ. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പരിപാടി. അപ്പോൾ പിന്നെ ശിവയ്ക്ക് നല്ല ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനും ഇങ്ങനെ ഇരുന്ന് കാണും. ഭയങ്കര രസമാണല്ലേ അങ്ങനെ സംസാരിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് തന്നെയാണ് അല്ലേ എല്ലാവരോടുള്ള പെരുമാറ്റവും. അപ്പോൾ നമ്മുടെ രാത്രി വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.